ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ സാരിയുടെ ബ്ലൗസ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് നോർമൽ നീഡിൽ കൊണ്ട് ഹാൻഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ആരി വർക്ക് ചെയ്യുന്നത് പോലെ ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവർ ഈ വർക്ക് നമുക്ക് ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഞാനിതിൽ ഈ സാരിയുടെ ബോഡി കളർ ഗോൾഡൻ കളർ ബീഡ്സ് കൊണ്ടിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ സ്ലീവിൽ ഞാനൊന്ന് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സിൽക്ക് ത്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ത്രെഡ് നമുക്ക് കിട്ടും. അതായത് നിങ്ങളിത് ജരി ത്രെഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ത്രെഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ത്രെഡ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയിട്ടെടുക്കണം. എനിക്കിത് ഈ ത്രെഡ് സ്പൂൾ കിട്ടിയിട്ടുണ്ട്, അതിൽ തന്നെ ഞാനൊന്ന് ചുറ്റിയിട്ടെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ ത്രെഡ് തീർന്നിട്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതുപോലെ ചുറ്റിയിട്ടെടുക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തിലായാലും കുഴപ്പമില്ല. ഇനി നിങ്ങളിത് ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ത്രെഡിനെ ചുറ്റിയിട്ടൊരു പേപ്പർ ഉണ്ടാകുമല്ലേ, അത് നിങ്ങളെടുത്ത് കളയാൻ പാടില്ല. അതെങ്ങനെ ഒന്ന് മടക്കി അതിനകത്ത് തന്നെ നിങ്ങൾ വച്ചിരുന്ന ഈ ത്രെഡ് നിങ്ങൾക്ക് തീർന്ന ഈ തുണ്ട് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ അതേപോലത്തെ കളറിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ത്രെഡ് തന്നെ കിട്ടും. കളറൊന്നും ചേഞ്ച് ആകാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള നമ്പരൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ 2 ത്രെഡ് നമ്മൾ ചുറ്റിയെടുത്ത ആ ത്രെഡിൻ്റെയും നമ്മൾ ആദ്യം വെച്ചിരുന്ന ആ ത്രെഡിൻ്റെയും എൻഡ് അങ്ങനെ ചേർത്തെടുത്ത് ഇതുപോലെ ഒരു ബോബിനിൽ ചുറ്റിയിട്ടെടുക്കണം. അതായത് രണ്ടും ചേർത്ത് വെച്ച് നീറ്റായിട്ട് ചുറ്റിയെടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. നല്ല ക്ഷമയോടുകൂടെ തന്നെ ചുറ്റിയെടുക്കേണ്ടതാണ്. ഇത് ചുറ്റിയെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് എണീറ്റ് പോകാതെ അത് അത്രയും ഒന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് ബോബിൻ കേസിൽ അതുപോലെ വെച്ചൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം തന്നെ നിങ്ങളത് കൈ മാറ്റാനേ പാടുള്ളൂ. എന്തെന്ന് വെച്ചാൽ 2 എൻഡും ചേർത്ത് അങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോബിൻ ഗ്യാസിലും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചേർത്തിട്ട് വേണം നമ്മൾ ഇപ്പുറത്തെ വശത്ത് അതെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്ട്രാൻഡ്സ് ആയിട്ട് നമുക്ക് അത് കിട്ടും. ഇപ്പോൾ ഞാൻ അതേ കളറിൽ തന്നെ സീവിങ് ത്രെഡ് കൂടി എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് നമുക്ക് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സ്ലീവിൽ ബാക്ക് സൈഡാണ് ഡിസൈൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ലീവിൽ ബോർഡർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് വശം ഫുള്ള് ലൈനിങ് ആയതുകൊണ്ട് ബോർഡർ സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ബോർഡറിൽ ഞാനൊന്ന് കുറുക്കി അങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ബാക്ക് സൈഡ് ആ ലൈനിങ് ക്ലോത്തിലാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് അതിൻ്റെ സെൻറ്ററിൽ ബോർഡറിൻ്റെ മുകൾ വശത്ത് കൂടി ആദ്യം ഒരു ലൈൻ സെൻറ്ററിൽ തന്നെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഈ 1 സ്കെയിൽ അളവിലാണ് 2 വശവും വീണ്ടും നമുക്ക് വരച്ചു കൊടുക്കാൻ. അപ്പോൾ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടും. താഴെ ബോർഡറാണ്, താഴെ അല്ല നമ്മൾ ചെയ്യുന്നത്, മുകളിലോട്ടാണ്. അപ്പോൾ ഒരു ലൈൻ അവിടെ വരച്ചു കൊടുത്തതിന് ശേഷം 1 സ്കെയിൽ ഡിസ്റ്റൻസിൽ വീണ്ടും നമുക്ക് 2 വശവും ഇതുപോലെ തന്നെ ലൈൻ വരച്ചു കൊടുക്കണം. ഞാനത് വരച്ചിട്ടുണ്ട്, ക്യാമറയ്ക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് തിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് അടിയിലുള്ള ത്രെഡ് നമുക്ക് നല്ല വശത്ത് കിട്ടുന്നതായിരിക്കും. ഒരു പ്രാവശ്യം അറ്റവരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വരച്ച എല്ലാ ലൈനിലും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങളതിന് തിരിച്ച് അടുത്ത വശത്ത് നോക്കുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലത്തെ ഒരു ലുക്കാണ് അതിൽ കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ നല്ല വശത്ത് കണ്ടോ, നല്ല ഒരു സ്റ്റിച്ച്, നല്ല പെർഫെക്ഷനോട് കൂടെ ഉള്ള ഒരു നല്ല സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതിവിടെ ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സെൻറ്ററിലുള്ള ലൈനിൽ താഴെ അറ്റത്തെ വശത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നട വിട്ടാണ് B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അവിടെയൊക്കെ നമുക്കൊന്ന് ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം. സ്ക്വയർ ടൈപ്പിലുള്ള ക്ലിപ്പ് സ്റ്റോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പ് വരുന്ന രീതിക്ക് വേണം ഒട്ടിക്കാൻ. അതായത് ആ ലൈനെ നോക്കിയിട്ട് അതിൻ്റെ കോർണർ ഇരിക്കണം. അതനുസരിച്ചിട്ട് ആ ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്ന രീതിക്ക് വേണം ഒന്നടയായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ള ലൈനിൽ 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ സെൻറ്ററിലുള്ള ലൈനിൻ്റെ 2 വശത്തും ഇരിക്കുന്ന ലൈനിൽ 2.5 പകുതി 1.25 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം.
അത് കഴിഞ്ഞിട്ട് 2.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും 2.5 ഇഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഞാനത് ഗം അപ്ലൈ ചെയ്തിട്ട് അവിടേക്കൊന്ന് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണിത് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം 2.5 ഇഞ്ച് ഗ്യാപ്പ്, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിക്കാണ് അതിൻ്റെ അടുത്ത ലൈനിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിത് 2 ബീഡ്സും അതുപോലെ സീക്വൻസും യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഈ ഡയമണ്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ സ്ക്വയർ ബീഡ്സ്, അതിൻ്റെ ഒരു വശത്ത് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു 2 ബീഡും ഒരു സീക്വൻസും ഒന്ന് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വശത്തും അതുപോലെ തന്നെ ഒരു 2 ബീഡും ഒരു സീക്വൻസും കോർത്തെടുത്തിട്ട് മറ്റേ വശത്ത് ചരിച്ച് വെച്ചിട്ട് വേറൊരു സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ അവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ പുറത്തുകൂടെ തന്നെ നമുക്ക് അടുത്തൊരു 2 ബീഡ്സും ഒരു സീക്വൻസ് യൂസ് ചെയ്തിട്ട് നേർക്ക് വെച്ച് അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് സെയിം സീക്വൻസും ബീഡ്സും യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ അടുത്ത സൈഡ് ചരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സെൻറ്ററിൽ അതുപോലെ നേർക്ക് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച എല്ലായിടത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അറ്റത്തെ വശത്ത് നമുക്ക് താഴെ വശത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട, മുകളിലോട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ ആ ബോർഡറിൻ്റെ മുകൾ വശം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ബോർഡറിൻ്റെ അറ്റ വശവും ഞാൻ മെഷീനിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലിട്ട് നമുക്ക് നേരെ താഴെ വന്നിട്ട് അവിടെ ഒരു ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 വശത്തും 1 ഇഞ്ച് ഗ്യാപ്പിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയൊക്കെ നമുക്ക് ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ക്ലിപ്പ് സ്റ്റോൺ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന രീതിക്ക് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. എന്നിട്ട് പഴയതുപോലെ തന്നെ അവിടെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു റൗണ്ട് ക്ലിപ്പ് സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ 2 വശവും 2 ഇഞ്ച് ഗ്യാപ്പിൽ വീണ്ടും റൗണ്ട് ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ ഒരു ക്ലിപ്പ് സ്റ്റോണിൽ ഞാൻ ആദ്യം നേർക്കായിട്ട് ഒരു 2 ബീഡും അതുപോലെ സീക്വൻസും നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ശകലം മുകളിലോട്ട്, അതായത് പ്ലസ് എന്ന രീതിക്ക് വരുന്നത് പോലെ ആ റൗണ്ട് ക്ലിപ്പ് സ്റ്റോണിൻ്റെ 4 വശത്തും ഞാനതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇവിടെ ഈ 2 സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കായിട്ട് 2 കൂടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഒട്ടിച്ച 3 ക്ലിപ്പ് സ്റ്റോണിൻ്റെയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലും ഇതുപോലെ മറച്ചിട്ടിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഞാനൊരു സീക്വൻസ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഈ ക്ലിപ്പ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനനുസരിച്ച് ഡയമണ്ട് ഷേപ്പിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ 2 ക്ലിപ്പ് സ്റ്റോണിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്കൊരു സീക്വൻസ് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ സീക്വൻസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കണം, അത് ഒട്ടിക്കാൻ പാടില്ല. അതിൽ ഹോളുണ്ടല്ലോ, ആദ്യം അതിന് സൂചി കുത്തി മുകളിലൊടുക്കി എടുത്തതിന് ശേഷം സീക്വൻസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതായത് ആ സീക്വൻസിൻ്റെ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറുവശം കൂടെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലേ ആ സീക്വൻസ് അവിടെ അങ്ങനെ ഫിക്സ് ആയിരിക്കത്തുള്ളൂ. അങ്ങനെ നെഗും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ ആരി വർക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടോ. പക്ഷേ നമ്മൾ നോർമൽ നോർമൽ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ആവശ്യമുള്ളവർക്കൊക്കെ വീഡിയോ പോയി ചേരത്തുള്ളൂ. അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്